ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ മൈക്ക് ചാർജ് തീർന്നു. ഞാൻ എടുക്കാൻ നേരം കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എടുത്തപ്പം മൈക്ക് തീർന്ന് ചാർജ്. അപ്പം അതിൻ്റെ ചെറിയ നോയ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനാക്ഷി. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിക്കാമെന്ന് വെച്ചു. ഞാൻ അധികം സ്കിന്ന് കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് പറ്റുമ്പോഴെല്ലാം ഞാൻ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് എൻ്റെ ഫേസിൽ കിട്ടിയിട്ടുമുണ്ട്. അപ്പം എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് പ്ലസ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പം നേരെ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും സ്കിൻ കെയർ ചെയ്തിട്ട് വീണ്ടും ഇപ്പം വെയിലത്തോട്ടൊക്കെ ഇറങ്ങത്തില്ലേ. സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് വെയിലൊക്കെ കൊള്ളാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുക. അല്ലാണ്ട് ഇപ്പം ഒരു വൈറ്റനിങ് ടാബ്ലറ്റ്സ് കഴിക്കാം, ഇപ്പം അങ്ങനത്തെ ഇഞ്ചക്ഷനൊക്കെ വെക്കാം, അതൊക്കെയെന്ന് വെച്ചാൽ കൂടുതൽ ക്യാഷ് ആവും. ഈ ഒരു സ്കിൻ കെയറിലോട്ട് ഇറങ്ങുമ്പോഴും നമ്മുടെ ക്യാഷ് അത്യാവശ്യം പൊടിയും. പക്ഷേ ഇത് കുറച്ച് റിസൾട്ട് കിട്ടാൻ, പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ വൈറ്റനിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പക്ഷെ അത് ഭാവിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് അതായത് നല്ല പ്രോഡക്ട്സ്, ഇപ്പം നമ്മൾ കുറച്ച് ക്യാഷ് മുടക്കിയാലും നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കുമല്ലോ ബെറ്റർ. അപ്പം ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇത്രയും ഇതിൽ ഓരോന്ന് കാണിച്ചു തരാം. ഇത്ര ഉള്ളൂ, അത്ര കൂടുതലൊന്നും ഇല്ല. ഞാൻ ഓരോന്ന് തന്നെ കാണിച്ചു തരാം. ആദ്യം ഞാൻ കാണിക്കുന്നത് ഫേസ് വാഷാണ് കേട്ടോ. അപ്പം എൻ്റെ ഫേസ് വാഷ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മമായത്തിൻ്റെ ഫേസ് വാഷാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ മമായത്തിൻ്റെ ഫേസ് വാഷിൻ്റെയൊക്കെ വലിയൊരു ഫാനാണ്. ഞാൻ കൂടുതലും അവരുടെ ഫേസ് വാഷസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുമില്ല. പക്ഷേ ഫേസ് വാഷൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഒരു ബിഗിനേഴ്സ് ആണ്, ഇല്ലെങ്കിൽ ഇതുവരെയും ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു മമായത്തിൻ്റെ ഫേസ് വാഷസ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു 250 ഒക്കെ കൊടുത്താൽ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 2-3 മന്ത്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി ശരിയാണെങ്കിൽ 2-3 മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു ഫേസ് വാഷ് ഒരു ബ്രാൻഡിനെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 1 മന്ത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പ്രൊഡക്ട്സും ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് നമ്മുടെ മമായർത്തിൻ്റെ മുൾട്ടാന മിട്ടി ഫേസ് വാഷാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇവരുടെ റൈസ് വാട്ടർ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളി ഫേസ് വാഷാണ്, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. എനിക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ തോന്നിയത് ഈ ഒരു ഫേസ് വാഷ്, അതായത് ഈ ഒരു മുൾട്ടാനി മിട്ടി ഫേസ് വാഷും അതേപോലെ തന്നെ റൈസ് വാട്ടർ ഫേസ് വാഷാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം 1 മന്തിലേക്ക് ഇത്രയും പ്രൊഡക്ട്സ് ഇത്രയും ക്യാഷ് നമുക്ക് സ്കിൻ കെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സാധനം കേട്ടോ. അഫോർഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊരു ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് 2 പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുക. അതായത് ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും കമൻറ്റ് ഇടാം. നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ഇടുന്നു നിങ്ങൾ വിന്നറാവാൻ ചാൻസസ് കൂടുതലാണ്. ഹാർട്ട് ഇടുക, ഇമോജീസ് ഇടുക, അതുമാത്രം ഇടുന്നവരെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തില്ല. എന്തെങ്കിലും സെൻറ്റൻസ് എന്തെങ്കിലും അല്ല ഇടണ്ടേ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങളിടാം. അതിന് നിങ്ങൾ ഈ വീഡിയോസ് ഫുള്ള് കാണണം കേട്ടോ. എന്താണ് ഗിഫ്റ്റ് എന്ന് വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ ഈ യൂസ് ചെയ്യുന്ന സ്കിൻ കെയറിൽ ഏതെങ്കിലും 2 പ്രൊഡക്ട്സ് ആയിരിക്കും ഞാൻ തരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാധനം എന്ന് വെച്ചാൽ ഫേസ് വാഷ് കഴിഞ്ഞാൽ നമ്മൾ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടോണർ ഒന്നും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. റീസെൻ്റ്ലി എനിക്ക് ടോണർ യൂസ് ചെയ്യണമെന്ന് തോന്നി വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. പക്ഷേ അത് നല്ലൊരു സാധനമാണ് കേട്ടോ. എനിക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മേ ബി അത് റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ ഫേസിൻ്റെ ഡേർട്സ് ഒക്കെ കളയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത്.
അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ഫോക്സ് ടെയിലിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ഫേഷ്യൽ ടോണർ. ഇത് നല്ലതാണ്, എനിക്ക് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ബെറ്റർ ആയിട്ട് തോന്നിയൊരു ടോണറാണ് കേട്ടോ. കാരണം ഇതിനകത്ത് നിറച്ചുകൊണ്ട് ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി എനിക്കതുകൊണ്ട് യൂസ് ചെയ്ത് തുടങ്ങണം. നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല, കാരണം ഞാൻ ഒരു 2-3 ഡേയ്സ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. 2-3 ഡേയ്സ് കൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് ഒന്നും വിസിബിൾ ആക്കാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നിങ്ങളുടെ ഡ്രൈ, ഓയിലി, നോർമൽ, കോമ്പിനേഷൻ, സെൻസിറ്റീവ് ഏത് സ്കിൻ ആയിക്കോട്ടെ, ഈവൻ ഏത് ടൈപ്പ് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ. ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ വരും. അങ്ങനെയല്ല, നിങ്ങളുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പോൺസിൻ്റെ മോയ്സ്ചറൈസർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ജെൽ ടൈപ്പ് മേടിക്കുക. എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും മിനി പാക്ക് മേടിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയാലും സ്റ്റാർട്ടിങ് മിനി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടുള്ള യൂസ്ഫുൾ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത് പിടിച്ചില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വലുതായിട്ട് പോകത്തില്ല. നിങ്ങളൊരു 500-ൻ്റെ ഒക്കെ വലിയ പാക്കാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഫേസിനത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷും പോവും, നിങ്ങൾക്കത് റിസൾട്ടും കിട്ടത്തില്ല, മൊത്തത്തിൽ കുളവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ് ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര, ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. പക്ഷേ സെക്കൻഡ് പർച്ചേസ് ചെയ്തപ്പോഴും ഈ ഒരു മിനി പാക്കാണ് വാങ്ങിച്ചത്. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സൺസ്ക്രീൻ ഇല്ലാതെ പലപ്പോഴും പുറത്തോട്ട് പോയിട്ടുണ്ട്. പക്ഷെ പുറത്ത് പോയിട്ട് വന്നപ്പോഴും എൻ്റെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കുറച്ച് ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം, പറ്റിയൊരു അഫോർഡബിൾ മോയ്സ്ചറൈസറാണിത്. നിങ്ങൾ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലായിരിക്കും നല്ലതായിട്ട്. നോർമൽ ആണെങ്കിൽ ഇതിൻ്റെ ക്രീം ഫോം ആയിരിക്കും ബെറ്റർ. നെക്സ്റ്റ്, വോയിസിൻ്റെ ഒരു ഇത് കുറയുന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ, ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ. ഇനി അടുത്ത സാധനം എന്ന് വെച്ചാൽ, എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്, അല്ല എല്ലാവരും എന്നല്ല, ഇപ്പം എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം. സൺസ്ക്രീൻ മസ്റ്റായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഭാവിയിൽ അത് യൂസ് ചെയ്തതിൻ്റെയൊക്കെ കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും, നമ്മുടെ പേരൻസിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ കരിമംഗലം പോലെ ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ ആയിട്ടിരിക്കുന്നത്. അതൊക്കെ തടയാൻ വേണ്ടി ഒരു സൺസ്ക്രീൻ കേട്ടോ. ഏജിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അറിയാലോ സൺസ്ക്രീനിൻ്റെ യൂസസ് ഇപ്പം ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ കേട്ടോ. ഇതെനിക്ക് നല്ല സൺസ്ക്രീനായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല റിവ്യൂസാണ് ഇതിന് വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല റിവ്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി അടുത്ത വേറൊരു സൺസ്ക്രീൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കേട്ടോ. ഇത് തീർന്നു കഴിയുമ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ നന്നായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പം അത്രയ്ക്കൊന്നും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പം കുറച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, ഏത് സ്കിൻ ടൈപ്പ് ആയാലും. പക്ഷേ ഇത് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കേട്ടോ. നെക്സ്റ്റ്, ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐലൈനർ എഴുതും. ഐലൈനർ ഞാൻ എന്നും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐടെക്സിൻ്റെ ആണ്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ. നല്ലതാണ്. എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ പാക്കിനൊക്കെ ഇപ്പോൾ 50 രൂപയാണ്, പണ്ട് 30 രൂപ 35 രൂപ കണ്ടുള്ളായിരുന്നു. ഞാനേ കുറേ നാൾക്ക് ശേഷം ഇത് മേടിക്കാൻ ചെന്നപ്പോൾ ഞാൻ 35 രൂപയെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് പറയണ 50 രൂപയായിരുന്നു. ഞാൻ അറിഞ്ഞു. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഫ്രീ ആയിട്ടൊന്ന് കിട്ടിയാണ് കേട്ടോ, 6 രൂപ കയ്യിൽ നിന്ന്. എനിക്കാരോ ഗിഫ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ റേറ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നു, ഞാൻ ചമ്മിപ്പോയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ വിയർക്കുന്ന അസുഖമൊക്കെ ഉണ്ടായിട്ട് ചെറുതായിട്ടൊക്കെ പോകും കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ നൊസ്റ്റു പോലെ കിടക്കട്ടെ. ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഐ ഷാഡോയ്ക്കും അതേപോലെ ഒരു ടിൻറ്റിന് വേണ്ടി ഈ നമ്മുടെ ഈ കവിളിന് ഇടാനൊരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മണമാണ്. ഇപ്പം ഞാൻ കുറേ ആയി, 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു. ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ചെറുതായിട്ടൊക്കെ നമ്മുടെ ഞാൻ ഐ ഷാഡോ ആയിട്ടിടും. അതേപോലെ തന്നെ കവിളിലിങ്ങനെ ഇട്ടെടുക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ടൊന്ന് ഒരു റോസ് കളറാവും. നല്ലതാണ്, നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അഫോർഡബിളായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പം ഇട്ടിട്ടുള്ള ഈ ലിപ്സ്റ്റിക്കാണ്. ഒന്ന് താണ്ട് ഞാൻ നേരത്തെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ആഷ് റെഡ് ഷെയ്ഡ്. ഇത് തീർന്ന് അതുകൊണ്ട് ഞാൻ ബഡ്സില്ലേ, നമ്മുടെ ചെവിയിലിടുന്ന ബഡ്സ്, അതെന്ന് വെച്ചാൽ ചെവിയിലിട്ടതല്ല, ചെവിയിലിടുന്ന ബഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തോണ്ടിയെടുക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ
കട്ടറില്ല, ആ ഒരു ഷാർപ്പ്നർ എൻ്റെ കയ്യിലില്ല, മിസ് ചെയ്യല്ല, എൻ്റെ കയ്യിലില്ല, ഇത്രയും വലുതില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കിത് കളയാൻ തോന്നുന്നത് ഒത്തിരി അകത്തോട്ടുണ്ട്. പിന്നെ ദാണ്ട് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ബ്രൗൺ കളർ ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഇത് പക്ഷെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ 2 ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു 3 സിറാണ് കേട്ടോ, 3 സിറം. ഇത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു സിറം, എത്ര മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയാത്ത സിറമാണിത്. കോജിക് ആസിഡ്, ഫേവറേറ്റ് സിറം. എൻ്റെ സ്കിന്നിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് പേർക്ക് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, സ്കിൻ ബ്രൈറ്റൺ ചെയ്യണം, ടാൻ റിമൂവ് ചെയ്യണം, ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോസ് എല്ലാം താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഫ്ലിക്സിൻ്റെ ഈ ഒരു സിറമാണ്. ഇതും പിഗ്മെൻറ്റേഷൻ മാറുന്ന സിറമാണെന്ന് തോന്നുന്നു, പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിത് ദോഷവും ചെയ്തിട്ടില്ല, അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളും ചെയ്തിട്ടില്ല. അങ്ങോട്ട് തട്ടിയും മുട്ടാതെ പോകും, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫ്ലിക്സിൻ്റെ പൈനാപ്പിൾ ഡീപ് പിഗ്മെന്റേഷൻ സിറം. അൽക്കോളിക് ബ്രൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിറം, ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് വെച്ചാൽ ലോറിയൽ പാരീസിൻ്റെ ആണ്. എനിക്കിത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുന്നു. മേ ബി എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടായിരിക്കും. വേറെ സ്കിൻ ടൈപ്സ് ഉള്ളവർക്കൊക്കെ ബെറ്റർ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ നടന്നിട്ടില്ല. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ് കേട്ടോ. നിങ്ങളുടെ ചുണ്ടിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സഹായിക്കുന്ന അടിപൊളി ലിപ് ബാമാണ്. ഇതിനെക്കാട്ടി നല്ലത് ഇതിൻ്റെ ടിൻറ്റഡ് ലിപ് ബാമാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഒരു 250 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചുണ്ട് ഡാർക്കായിട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ കാണേണ്ട സാധനമാണ്. കാരണം ഇത് നല്ല റിസൾട്ട് കിട്ടും. ഇതിനെക്കാട്ടി റിസൾട്ട് കിട്ടുന്നത് എനിക്ക് ടിൻറ്റഡ് ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ പാക്ക് എൻ്റെ കയ്യിൽ ഇല്ല, എവിടെയോ മിസ്സായിപ്പോയി തീർന്നപ്പോൾ. നല്ലതാണ് കേട്ടോ, നല്ല രീതിയിൽ ലോങ് ചെയ്യും, നമ്മുടെ കയ്യിൽ ഒത്തിരി നാൾ നിൽക്കും. ഇത് കുഞ്ഞതാണെങ്കിലും. ഇത് പിന്നെ ഹെയർ സിറമാണ് കേട്ടോ. ഞാൻ ഹെയർ പ്രൊട്ടക്ഷനായിട്ടും എല്ലാം യൂസ് ചെയ്യുന്നൊരു ഹെയർ സിറമാണ് സ്ട്രീക്സിൻ്റെ. ഇത് സത്യം പറഞ്ഞാൽ ഈ ബ്ലൂ അല്ല വാങ്ങേണ്ടത്. ഈ ബ്ലൂ വാങ്ങേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ്. ഇതിൻ്റെ ഗോൾഡ് ഉണ്ട്, അതായിരിക്കും നല്ലത്. സ്ട്രീക്സിൻ്റെ നല്ല മണമാണ്, നമ്മുടെ ഹെയർ നല്ല ഷൈനായിട്ട് കിടക്കും, അതേപോലെ സ്മൂത്ത് ആയിട്ടൊക്കെ കിടക്കും. പക്ഷേ എനിക്ക് മാറി ഞാൻ വാങ്ങിയത്, പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലതാണ്. റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു ഹെയർ ജെല്ലാണ് ഗാറ്റ്സ് ബൈ. എൻ്റെ മുടി ഇങ്ങനെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറന്ന് കിടക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് താത്ത് വെക്കാൻ വാങ്ങിച്ചതാണ്. കുറച്ച് നേരമൊക്കെ താന്ന് നിൽക്കട്ടോ, പിന്നെ അങ്ങ് പൊങ്ങിപ്പോകും, കുഴപ്പമില്ല. 35 രൂപയുള്ളൂ, 35 രൂപയ്ക്ക് ഇത്രയൊക്കെ ഉള്ളു, കുഴപ്പമില്ല. പിന്നെ ഈ ഒരു പെർഫ്യൂം ഞാൻ ആദ്യമായിട്ട് ലുലു മാൾ സന്ദർശിക്കാൻ പറഞ്ഞു, അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. എന്തെങ്കിലും വാങ്ങണ്ടായോ, അങ്ങനെ വാങ്ങിയതാണ്. ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ നല്ല മണമാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂമിന്. യാഡ്ലിയുടെ മഗ്നോളിയ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ഇതാണ്, മിസ്റ്റാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല മണമാണ്. മണമുണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. പിന്നെ ഇത് ഞാൻ സ്മിറ്റണിൽ നിന്ന് മേടിച്ചൊരു ട്രയൽ പാക്കാണ് ഈ റെനെ ഈ ഒരു പെർഫ്യൂം കേട്ടോ. ഇതും കുഴപ്പമില്ല, ചെറുതായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്, വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ. ഞാൻ വലിയ മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഇപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല, വലിയ മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല. ലിപ്സ്റ്റിക് ഇടുന്നു പറഞ്ഞാൽ അത് മേക്കപ്പായിട്ടൊന്നും കൂട്ടത്തില്ല. ഞാൻ ഫൗണ്ടേഷൻ, അങ്ങനത്തെ സാധനം, കൺസീലർ, അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാൻ തുടങ്ങണം, യൂസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വരട്ടെ, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ പ്രൊഡക്ട്സ്. ഏതെങ്കിലും ഈ കാണുന്ന പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ കേട്ടോ. ഇനി ഞാൻ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തന്നെ ഈ ഒരു പോൺസിൻ്റെ ഈ ഒരു ജെൽ ക്രീമാണ് കേട്ടോ, ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്, ഈ ഒരു പോൺസിൻ്റെ. സെക്കൻഡ്, ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഹിറ്റാക്കിയിട്ടുള്ള ഈ ഒരു കോജിക് ആസിഡിൻ്റെ സിറം. നിങ്ങളുടെ ഫേസിൽ ടാൻ, നിങ്ങളുടെ ഫേസ് ബ്രൈറ്റ് ആവണം, നിങ്ങളുടെ ഫേസ് അൺഈവൻ സ്കിൻ ടോൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ചെറുതായിട്ടൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന സാധനം കേട്ടോ. ഇത് രണ്ടുമാണ് തരുന്നത്. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സെൻറ്റൻസിൽ കമൻറ്റ്സ് ഇടുക കേട്ടോ. എത്രത്തോളം വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പക്ഷേ ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ ഈ ഒരു വീഡിയോ 2K ആവണം. ഈ വീഡിയോയുടെ വ്യൂ 2K ആവുമ്പോൾ
ഞാൻ ഇതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് 2K ആക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ 2 സാധനം കയ്യിൽ കിട്ടും. ഇതിൻ്റെ കൂടെ 2-3 ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റാ.